ഫ്രാൻസിസ് പാപ്പ ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് അറിയിച്ച് പാപ്പയുടെ മെഡിക്കൽ ടീം. റോമിലെ ജെമ്മല്ലി ഹോസ്പിറ്റലിൽ നടന്ന പത്രസമ്മേളനത്തിൽ പാപ്പയുടെ ആരോഗ്യനില സംബന്ധിച്ച് വിവരങ്ങൾ മെഡിക്കൽ ടീം പങ്കുവച്ചു. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും പാപ്പയ്ക്ക് ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്ന് വ്യക്തമാക്കിയ ടീം അംഗങ്ങൾ പാപ്പ പതിവ് പോലെ നർമ്മസംഭാഷണം നടത്തുന്നതായും വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങിയെന്നും പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ മരണഭീഷണിയിലല്ല, എന്നാൽ അദ്ദേഹം പൂർണ്ണമായി അപകടത്തിൽ നിന്ന് മുക്തനായിട്ടില്ലെന്ന് മെഡിക്കൽ ടീം വിശദീകരിച്ചു. റോമിലെ ജെമ്മല്ലി ഹോസ്പിറ്റലിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ മാർപ്പാപ്പയെ പരിചരിക്കുന്ന സംഘത്തിന്റെ തലവൻ ഡോക്ടർ സെർജിയോ ആൽഫിയേരിയും വത്തിക്കാനിലെ ഹെൽത്ത് കെയർ സർവീസ് വൈസ് ഡയറക്ടർ ഡോക്ടർ ലൂയിജി കാർബോണും മാധ്യമപ്രവർത്തകരുമായി 40 മിനിറ്റോളം സംസാരിച്ചു. മാർപ്പാപ്പ വെന്റിലേറ്റർ സഹായം ഉപയോഗിക്കുന്നില്ലെന്നും ഡോക്ടർ ആൽഫിയേരി ഊന്നി പറഞ്ഞു. പക്ഷേ ശ്വസന ബുദ്ധിമുട്ട് മൂലം ശാരീരിക ചലനങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും മാർപ്പാപ്പ ഒരു കസേരയിൽ ഇരിക്കുകയും ജോലി ചെയ്യുകയും പതിവ് പോലെ തമാശ പറയുകയും ചെയ്യുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു. ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഉത്കണ്ഠ എന്താണെന്ന ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തിന് മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിലെ അണുക്കൾ രക്തപ്രവാഹത്തിൽ പ്രവേശിച്ച് സെപ്സിസ് ഉണ്ടാക്കാനുള്ള അപകട സാധ്യതയുണ്ട് എന്നായിരുന്നു ഡോക്ടർമാരുടെ മറുപടി. എന്നിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഘട്ടത്തിൽ ആശുപത്രി വിട്ട് വത്തിക്കാനിലെ കാസ സാന്താ മാർത്തിയിലേക്ക് മടങ്ങുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ഡോക്ടർ ആൽഫിയേരി പറഞ്ഞു.